ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വാനില സ്പഞ്ചിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറേ പേര് ചെയ്തിട്ട് സക്സസ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്ക് സ്പഞ്ചിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ½ kg ആയിരുന്നു. അപ്പോൾ 1 kgയുടേത് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ 1 kg ബ്ലാക്ക് സ്പഞ്ച്, അത് നമുക്ക് ബ്ലാക്ക് സ്പഞ്ച് ബേസ് വരുന്ന എല്ലാ കേക്കിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പഞ്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം ബൗളിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. മീഡിയം സൈസാണെങ്കിൽ 4, ലാർജ് സൈസാണെങ്കിൽ 3 എഗ്ഗ് മതിയാവും കേട്ടോ. എന്നിട്ട് അതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത്. ഇതിപ്പോൾ സ്റ്റാൻഡ് മിക്സറായ കാരണമാണ്. അപ്പോൾ 250 ml വരുന്ന കപ്പിൽ ഒരു 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, പൊടിച്ചതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു കപ്പ് ലെവൽ ചെയ്തിട്ട് എടുക്കണം ഫുള്ളായിട്ട് കേട്ടോ. എന്നിട്ട് അത് ബൗളിലേക്ക് ഇടുക. അതിലേക്കൊരു 1 ടീസ്പൂൺ, പിന്നെ കുറച്ചും കൂടിയും വാനില എസൻസ് ആണ് എപ്പോഴും ഞാൻ ആഡ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ അതും ആഡ് ചെയ്ത് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. ഉപ്പ് ചേർക്കുന്നത് എഗ്ഗ് ബീറ്റ് ആവുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ചേർത്താലും മതിയാവും. അങ്ങനെ എഗ്ഗ് ബീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ഇത് ഹാൻഡ് ബീറ്ററിൽ ചെയ്യുന്നവർ എഗ്ഗും വാനില എസൻസും ഒക്കെ ഇട്ടതിന് ശേഷം ഷുഗർ കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. ഒന്നിച്ച് ഹാൻഡ് ബീറ്റർ യൂസ് ചെയ്യുന്നവർ ഒന്നിച്ച് ഷുഗർ ഇടാതെ നോക്കുക കേട്ടോ. സ്റ്റാൻഡ് മിക്സറിലാണെങ്കിൽ ഒന്നിച്ചിട്ടിട്ട് നമുക്ക് ആദ്യം 4ാമത്തെ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷുഗർ ഒന്ന് മെൽറ്റ് ആവണ വരെ, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണ വരെ ഒന്ന് കറക്കിയതിന് ശേഷം പിന്നെ ഹൈ സ്പീഡിലേക്ക് മാറ്റിയിട്ട് മിക്സ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 250 ml കപ്പ് എടുത്ത് പിടിക്കുക കേട്ടോ. എന്നിട്ട് ആ കപ്പിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. അത് ലൈറ്റ് ആഡ് ചെയ്യരുത്, മീഡിയം ഓർ ഡാർക്ക്, ഇതിൽ ഏത് വേണോ കിട്ടുന്നത് അത് ഇടാം. അപ്പോൾ ആ 250 ml കപ്പിൽ കൊക്കോ പൗഡർ ആദ്യം ഇടുക. എന്നിട്ട് ബാക്കിയുള്ള സ്പേസ് മുഴുവൻ മൈദ ഫില്ല് ചെയ്ത് ലെവൽ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ കറക്റ്റ് ലെവൽ ചെയ്തിട്ടൊക്കെ എടുക്കുക. ഒരു ഏകദേശം കണക്കിലൊന്നും ഒരിക്കലും കേക്ക് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അതെന്തായാലും പണി കിട്ടും അവസാനം. അപ്പോൾ മൈദ ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഒരു അരിപ്പ വെച്ചിട്ട് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അരിച്ചിട്ട് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലാതെ അരിപ്പില്ലാതൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്. ഞങ്ങൾ പറയുന്നതെല്ലാം ചിലപ്പോൾ ചെയ്തൊന്നും വരില്ല. അപ്പോൾ അരിപ്പ് വയ്ക്കുക, എന്നിട്ട് ഈ ഫ്ലോർ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ആണ് ചേർക്കേണ്ടത് കേട്ടോ. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും ടേബിൾ സ്പൂണും ഒന്നും തെറ്റാണ്ട് കറക്റ്റായിട്ട് എടുക്കുക. ടീസ്പൂൺ അതും ഈ പറഞ്ഞ പോലെ ലെവൽ ചെയ്തെടുക്കുക. ഇങ്ങനെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന രീതിയിലൊന്നും പൊടികളൊന്നും എടുക്കരുത് കേട്ടോ. ആ ടീസ്പൂൺ അളവെന്ന് പറയണത് കറക്റ്റ് അതിൻ്റെ ലെവലിന് എടുക്കുന്നതാണ് അതിൻ്റെ അളവ്. അപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക. പിന്നെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യും. ഞാൻ കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്ന കേക്കിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വലിയ ടെൻഷനൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിലും കുഴപ്പമൊന്നും വരില്ല. പക്ഷേ ബ്ലാക്ക് സ്പഞ്ചിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ആ സ്പൂണിൽ ഏറ്റവും ചെറുത് 1/4 ടീസ്പൂണിൽ, കുഞ്ഞ് സ്പൂണിൽ ആ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ ലെവൽ ചെയ്തിട്ട് തന്നെ എടുക്കുക, മുകളിലേക്ക് പൊന്തി നിൽക്കാത്ത രീതിയിൽ. അപ്പോൾ അളവ് കൂടിപ്പോവും. അപ്പോൾ അതും കൂടി ഇടുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ച് ആ ബൗളിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഉപ്പ് ചേർക്കുന്നത്, അതുപോലെ എഗ്ഗ് ഒരുവിധം ബീറ്റായി വരുമ്പോൾ ഒരു നുള്ളു ഉപ്പ് തന്നെ ചേർക്കാം കേട്ടോ. അതിൽ കുറവൊന്നും ചേർക്കരുത്, കൂടുതലും ചേർക്കരുത്. ജസ്റ്റ് നമ്മൾ 2 വിരലുകൊണ്ട് നുള്ളിയെടുക്കുന്ന അളവിൽ ഉപ്പ് അതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഫ്ലോർ ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ അരിച്ചരിച്ച് ഇടുക. എന്നിട്ട് അരിച്ച് കഴിഞ്ഞാലും വീണ്ടും മിക്സ് ചെയ്യണം കേട്ടോ. അതുപോലെ മൈദയൊക്കെ മേടിക്കുമ്പോൾ നല്ല മൈദ നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലൂസ് കിട്ടുന്ന മൈദകൾ പരമാവധി ഒഴിവാക്കുക. പാക്കറ്റിൽ വരുന്നതായാലും നല്ല ക്വാളിറ്റി ഉള്ളതായാലും എന്തായാലും അരിച്ചിട്ട് തന്നെ ഇടുക. അപ്പോൾ കൊക്കോ പൗഡറിൻ്റെ ലാസ്റ്റ് ഇത്തിരി കട്ടകളൊക്കെ ഉണ്ടാവും, അതും കൂടെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ആ മിക്സ് ഇപ്പോൾ കൊണ്ട് എല്ലാതും മിക്സ് ആയിട്ടില്ല, പക്ഷെ നമ്മൾ വീണ്ടും കുറച്ച് നേരം കൂടി വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഫ്ലോർ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ എഗ്ഗ് ബീറ്റ് ചെയ്തത് ഓഫ് ചെയ്യാനാവുമല്ലോ, അതായത് എഗ്ഗ് നല്ല വൈറ്റ് കളറായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. സൺഫ്ലവർ ഓയിൽ ചേർക്കുക, മണമില്ലാത്ത ഓയിൽ ഇതും ചേർക്കുക. വെളിച്ചെണ്ണ ഒഴികെ സൺഫ്ലവർ ഓയിൽ ചേർക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത്, അപ്പോൾ കേക്കിൻ്റെ ആ സ്മെല്ലേ മാറിപ്പോവും. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർക്കാനും മറക്കരുത്. അപ്പോൾ അതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുക കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒരുപാട് മിക്സ് ചെയ്യരുത്, ബീറ്റർ ഓഫ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം പിന്നെ മിക്സ് ചെയ്യുന്ന ബ്ലേഡ് മാറ്റുക. അതിലേക്ക് ഫ്ലോർ ആദ്യം ഇടുക. പിന്നെ ഞാൻ വെള്ളമാണ് എടുക്കുക, ഇളം ചൂടുള്ള വെള്ളമാണ്. 1/4 കപ്പ് വെള്ളം എടുത്ത് വയ്ക്കുക. എന്നിട്ട് അത് ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ അതൊഴിക്കുക.
കുറച്ച് ഫ്ലോർ ഇടുക, വെള്ളം ഒഴിക്കുക, ഫ്ലോർ ഇടുക. അങ്ങനെ ലാസ്റ്റ് പൊടി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ബ്ലേഡ് വെച്ച് മിക്സ് ചെയ്താലും നമ്മൾ ലാസ്റ്റ് സ്പാച്ചില വെച്ച് ഒന്നെല്ലാം കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. കാരണം സൈഡിലൊക്കെ ആ പൊടി എങ്ങനെയായാലും കുറച്ചിങ്ങനെ കയറി പറ്റി പിടിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ബൗളിലേക്കല്ല കേക്ക് ടിന്നിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒഴിക്കാനായിട്ട്. അപ്പോൾ സ്റ്റാൻഡ് മിക്സറിൽ മിക്സ് ചെയ്യുമ്പോഴും ഒരുപാട് നേരം ഒന്ന് മിക്സ് ചെയ്യരുത്. ജസ്റ്റ് ആ ഫ്ലോറും വെള്ളവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് 7.5-ൻ്റെ കേക്ക് ടിന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് കേക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചിട്ട് ഒരു 10 വട്ടം കുറഞ്ഞതെങ്കിലും ടാപ്പ് ചെയ്തിട്ട് 160-50 ഡിഗ്രിയുടെ ഇടയിൽ വെച്ചിട്ട് 35 to 40 മിനിറ്റിനുള്ളിൽ നമ്മളുടെ കേക്ക് ബേക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് നിങ്ങളൊരു 35-30 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുക. എന്നിട്ട് കേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വയ്ക്കുക. മാക്സിമം 40, അതിൽ കൂടുതൽ ടൈമൊന്നും വെക്കേണ്ട. അപ്പോഴാണ് കേക്ക് ഒരുപാട് സൈഡും അടിയിലും എല്ലാം ഹാർഡായി പോകും കേട്ടോ. പിന്നെ ചൂടൊക്കെ മാറി ഒരു ഇളം ചൂടിലേക്ക് എത്തുന്ന സമയത്ത് സൈഡിൽ നിന്ന് ഇങ്ങനെ കത്തി വെച്ചിട്ട് വിടിയിപ്പിച്ചതിന് ശേഷം ജസ്റ്റ് കമിഴ്ത്തി വെച്ചാൽ കേക്ക് പോരും. നമ്മൾ താഴെ മാത്രമാണ് ബട്ടർ പേപ്പർ ഇടുക, സൈഡിലൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, വൈറ്റ് സ്പഞ്ച് പോലെ തന്നെ നല്ല ഹൈറ്റിൽ നല്ല സോഫ്റ്റ്, മുകളിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത നല്ല ടേസ്റ്റി ആൻഡ് സൂപ്പർ സോഫ്റ്റ് സ്പഞ്ച് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഓരോ കൊക്കോ പൗഡറിൻ്റെ കളർ പോലെ കേട്ടോ. ഇതിപ്പോൾ ഒരു മീഡിയം കളറാണ്, അതാണ് ഈ കളർ ഇരിക്കുന്നത്. ഡാർക്ക് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നല്ല പെർഫെക്റ്റ് ബ്ലാക്ക് ആയിട്ട് തന്നെ കിട്ടാറ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഷുഗർ സിറപ്പൊക്കെ വെച്ച് സോക്ക് ചെയ്യുമ്പോൾ കളർ ഒന്നും കൂടെ ഡാർക്കായിട്ട് വരാറുണ്ട്. കാരണം വലിയ പ്രശ്നമൊന്നും വരാറില്ല. ഇതും ഡാർക്കും യൂസ് ചെയ്തിട്ടും നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്പഞ്ച് വരുന്ന എല്ലാ കേക്കുകളും ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. സെൻറ്റർ കുഴിഞ്ഞു പോയി ഒന്നും വരില്ല. വാനില സ്പഞ്ച് കിട്ടുന്ന പോലെ തന്നെ ചോക്ലേറ്റ് സ്പഞ്ച് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ പിന്നെ കേക്ക് വല്ലാതെ അങ്ങ് തണുക്കണമെന്നൊന്നുമില്ല. ഇളം ചൂടിൽ നമുക്ക് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊന്നും പ്രശ്നമൊന്നുമില്ല. നോക്കി സൈഡൊക്കെ ഒരുപോലെ കട്ട് ചെയ്ത് സെൻറ്ററിലേക്ക് നൈഫ് ഇറക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കണ്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ഫ്ലഫി ആയിട്ടുള്ള സ്പഞ്ചാണ് കിട്ടുക. അപ്പോൾ ഈ ടാപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ അധികം ഹോൾസ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ ടാപ്പ് ചെയ്യാതെ എയർ ബബിൾസ് കളയാതെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ ഹോൾസ് കേക്കിൻ്റെ ഇടയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ കേക്ക് ബേക്ക് ചെയ്യണേക്കാളും മുന്നേ നന്നായി ടാപ്പ് ചെയ്തിട്ട് വേണം ഓവനിലായാലും സ്റ്റൗ ടോപ്പിലായാലും വെക്കാനായിട്ട്. സ്റ്റൗ ടോപ്പിലായാലും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാതെ 35 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. വലിയ പാത്രത്തിൻ്റെ ഉള്ളിലൊരു എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് പോലെ താഴെ വെച്ചിട്ട് അതിലേക്ക് കയറ്റി വെച്ചിട്ടായാലും ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും